ഇടുക്കി തൊടുപുഴ മുതലക്കോടത്ത് PWD എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. തൊടുപുഴയിൽ റോഡ് ഉപരോധിച്ച് UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് PWD എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി മരിച്ചത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ആ പ്രതിഷേധം എങ്ങനെ പോകുന്നു? ഇപ്പോൾ പോലീസുകാർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണല്ലോ. ക്രിസ്റ്റീന, റോഡ് ഉപരോധിച്ച UDF പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഈ റോഡിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രാവിലെ തൊടുപുഴ PWD ഓഫീസും UDF പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. അവിടെ AUമായി നടത്തിയ ചർച്ചയിൽ ആ കുഴി മൂടാനുള്ള ധാരണയാവുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ അപകടങ്ങൾ അവിടെ ഉണ്ടായി പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു മരണം ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്നാണ് പ്രധാനമായും ഈ UDF പ്രവർത്തകർ പറയുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഉപരോധിച്ചത്. എന്തായാലും നിലവിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുന്നറിയിപ്പ്. പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് രാഹുൽ? പ്രധാനമായും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ കുഴി മൂടുക, മാത്രമല്ല അവിടെ അപകടത്തിൽ മരിച്ച ജെയ്സ് ബെന്നിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ഇതുൾപ്പെടെയാണ് UDF പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ കുഴി മൂടുന്ന കാര്യത്തിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് PWD അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലതാമസം ഉണ്ടായത് അത് വലിയ വീഴ്ചയാണെന്ന് നിസ്സംശയം പറയാനും കഴിയും. മന്ത്രി ആ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും തീരുമാനം എന്നുള്ളത് വഴിയെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ PWD പോവുക. നിലവിൽ എന്തായാലും ആ കുഴി അടിയന്തരമായി മൂടുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകുമെന്ന് PWD അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ വീഴ്ച സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ UDF പ്രവർത്തകർ നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.